കേരളത്തില് ക്ലിയർ അല്ല സാറേ? സംരംഭക രംഗത്ത് വലിയ മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. കേരളത്തിന്റെ സംരംഭക സൗഹൃദ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു കൈത്താങ്ങൽ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ആരംഭിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ കൂടുതൽ വിജയസാധ്യതയുള്ള, കേരളത്തിൽ കൂടുതൽ ആവശ്യമുള്ള ചെറുകിട ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികളും അവയുടെ പ്രവർത്തനങ്ങളും ഒക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അഗ്രോ പാർക്കിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംരംഭകത്വ വെബിനാർ സീരീസ് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ വെബിനാർ സീരീസിൽ ചർച്ച ചെയ്യുന്ന പ്രോജക്റ്റ് ഇഡ്ഡലി ദോശമാവിന്റെ നിർമ്മാണമാണ്. ഇഡ്ഡലി ദോശമാവ് നിർമ്മാണം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഒന്നുമല്ല. വളരെ കുറച്ചു കാലങ്ങളായിട്ട് ആളുകൾ അത് വളരെ വിജയകരമായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇഡ്ഡലിയും ദോശമാവും ഒക്കെ നേരത്തെ നമ്മൾ വീടുകളിലൊക്കെ പ്രിപ്പയർ ചെയ്തെടുത്തിരുന്നു. പക്ഷെ ഇന്ന് ആ കാലഘട്ടത്തിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. നമ്മൾ അണുകുടുംബങ്ങളിലേക്കൊക്കെ മാറിയതിന്റെ ഫലമായിട്ട് ഇപ്പൊ നമ്മുടെ ഏറ്റവും ഗ്രാമങ്ങളിലുള്ള ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെയുള്ള പച്ചക്കറി കടകളിലും ഒക്കെ ദോശമാവുകൾ പാക്ക് ചെയ്ത് എത്താൻ തുടങ്ങിയിരിക്കുന്നു. ഈ ദോശമാവ് ബിസിനസിന്റെ സാധ്യതകൾ, അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ദോശമാവിന്റെ സാധ്യതകളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഈ ബിസിനസ് സാധ്യത തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും വിപണിയുണ്ട് എന്നുള്ളതാണ്. ഇതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, അതായത് പൊന്നിയരിയും ഉഴുന്നുമാണ്. ഇത് രണ്ടും നമ്മളുടെ അടുത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിനെ സമീപിച്ചാൽ നമുക്ക് കിട്ടും. ഇതിന്റെ മാർക്കറ്റിംഗ് രീതികളിലേക്ക് വരുമ്പോൾ ഒന്നാമതായിട്ട് നമുക്കറിയാം, നമ്മൾ 1 ലിറ്റർ പാക്കുകളിലാക്കി ഇത്തരത്തിലുള്ള ഷോപ്പുകൾ വഴി ഡെയിലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മോഡൽ ഉണ്ട് അതിനകത്ത് മാർക്കറ്റിങ്ങിന്. അത് നമ്മളുടെ നേരിട്ടുള്ള വെഹിക്കിളുകൾ ഓപ്പറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പാല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് മാർക്കറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ായിട്ടുള്ള ദോശമാവ് നമ്മൾ നിർമ്മിച്ച് വൈകുന്നേരം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നിർമ്മിച്ച് അതൊരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരുടെ തട്ടുകടകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു രീതി. കാരണം ഈ തട്ടുകടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ രാത്രി മുഴുവൻ, രാത്രി അല്ലെങ്കിൽ ഒരു 11-12 വരെ ഈ ഷോപ്പൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ഇത് വെള്ളത്തിലിട്ട് അരച്ച് കൃത്യമായി ഇതിന്റെ പുളിപ്പൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്നതിന് പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ അവർക്കൊരു ഓഫർ റേറ്റിൽ നമുക്ക് മാവ് കൊടുക്കാൻ കഴിഞ്ഞാൽ അതും ഒരു ബിസിനസ് സാധ്യതയാണ്. ഏകദേശം ഒരു തട്ടുകടയിൽ 15 ലിറ്ററോളം ദോശമാവ് ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ കണക്ക് പറഞ്ഞത്. അപ്പൊ ആ തരത്തിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡൽ, 2 മോഡലുകൾ. ഒന്ന് നമ്മുടെ നാട്ടിലെ ഉള്ള 1 ലിറ്റർ പാക്കിന്റെ സപ്ലൈ, 2 നമുക്ക് ഇഡ്ഡലി ഇത്തരത്തിലുള്ള നമ്മുടെ തട്ടുകടകൾക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈ. മൂന്നാമതൊരു സപ്ലൈ മോഡൽ ഉള്ളത് കേറ്ററിംഗ് യൂണിറ്റ് പോലുള്ള യൂണിറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ചില സമയങ്ങളിൽ ഇതിന് ബൾക്ക് ഓർഡർ വരാറുണ്ട്. ആ സമയത്ത് അവർക്ക് ആവശ്യമുള്ള മാവ് അരച്ച് സപ്ലൈ ചെയ്യുക. ഇങ്ങനെ 2-3 മോഡലുകളാണ് ഇതിനകത്ത് നിലനിൽക്കുന്നത്. നമ്മൾ ഇതിന്റെ ഒരു കോമ്പിനേഷൻ സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഈ ദോശമാവ് നിർമ്മിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, ചില ദിവസങ്ങളിൽ ഇഡ്ഡലിക്ക് നല്ല മാർദ്ദവം ഉണ്ടാവും, ചില ദിവസങ്ങളിൽ അത് കാഠിന്യം ഉണ്ടാവും, ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും. ഈ ആഫ്റ്റർ ഫെർമെന്റേഷൻ, അതായത് അരച്ച് കഴിഞ്ഞ് പുളിപ്പിക്കുന്ന രീതിയിലാണ് ഇത് പ്രധാനമായിട്ടും പ്രശ്നമാവുന്നത്. വീട്ടിൽ ചെയ്യുമ്പോഴും അത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം അന്തരീക്ഷ ഊഷ്മാവിൽ വരുന്ന വ്യതിയാനങ്ങൾ. ഇപ്പൊ നമുക്ക് തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ പുളിക്കുന്ന പ്രക്രിയ വളരെ സാവധാനത്തിലായിരിക്കും നടക്കുക. അത് ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ഫെർമെന്റേഷൻ പ്രക്രിയ നടക്കും. അപ്പൊ ഇതിൽ ഓവർ ഫെർമെന്റേഷൻ ആയാലും നമുക്ക് ബുദ്ധിമുട്ടാണ്, ഫെർമെന്റേഷൻ നടന്നില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റിൽ നമ്മളത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മളൊരു കൊമേഴ്സ്യൽ ആയിട്ടുള്ള ദോശമാവിന്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ അത് കൃത്യമായി ഒരേ സമയത്ത് എല്ലാ സമയത്തും മാർദ്ദവമുള്ളതായിരിക്കണം. രണ്ടാമത് ഒരേ കൊഴുപ്പുള്ളതായിരിക്കണം. അതിന്റെ കളറ് നല്ല വൈറ്റ് കളർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള അതിന്റെ ടേസ്റ്റ്, ഇങ്ങനെ 3-4 കാര്യങ്ങൾ എപ്പോഴും ഒരേപോലെ ആക്കി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ആശ്രയിക്കുന്നത്, അതിന് നമ്മൾ ഇവിടെ അഗ്രോ പാർക്കിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രീ ഫെർമെന്റേഷൻ മെത്തേഡ് എന്നുള്ളതാണ്. അരയ്ക്കുന്നതിന് മുന്നേ പുളിപ്പിച്ചെടുക്കുന്ന രീതിയാണ്. അപ്പൊ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കാം. അത് മാർദ്ദവമുള്ള ഇഡ്ഡലിയും ദോശയായിരിക്കും. പുളിപ്പ് വളരെ കുറവായിരിക്കും. കാരണം നമ്മളൊരു കൃത്യം ഒരു ടൈം വെച്ചിട്ട് അരയ്ക്കുന്ന രീതിയിൽ അതിൽ ചേർക്കുന്ന വെള്ളത്തിൽ ഒക്കെ ഒരു കൃത്യത പുലർത്തുന്നതുകൊണ്ട്, അതൊരു മെഷറിങ് അതിനകത്ത് കൊണ്ടുവരുന്നതുകൊണ്ട് അതൊരു കൃത്യമായ അളവുകളിലായിരിക്കും ഇതിന്റെ കൊഴുപ്പ്. പ്രത്യേകിച്ചും നമുക്ക് അതിനൊരു kg നമ്മളത് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കൊഴുപ്പ് കറക്റ്റ് ആയിരിക്കും. കാരണം ആര് ചെയ്താലും ആ ഒരു കോമ്പിനേഷൻ ചെയ്താൽ അതേ കൊഴുപ്പായിരിക്കും. അപ്പൊ എല്ലാ സമയത്തും ഒരേ കൊഴുപ്പിൽ കൊടുക്കാം, ഒരേ കളറിൽ കൊടുക്കാം. അതിന്റെ ഫെർമെന്റേഷൻ രീതികൾക്കൊരു പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട്, ഫോളോ ചെയ്യുന്നതുകൊണ്ട് അതും നമുക്ക് ഒരു നിശ്ചിത പുളിപ്പിൽ എല്ലാ സമയത്തും കൊടുക്കുന്നതിനായിട്ട് കഴിയും. അപ്പൊ അങ്ങനെ ഒരു പ്രീ ഫെർമെന്റേഷൻ മെത്തേഡിലാണ് നമ്മൾ
ഈ ദോശമാവിന്റെ നിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അതിന്റെ അസംസ്കൃത വസ്തുക്കൾ പൊന്നിയരിയും ഉഴുന്നുമാണ്. വേറെ ഒരു സാധനങ്ങളും, വെള്ളവും ചേർക്കുന്നുണ്ട്, ഫിൽറ്റേർഡ് വാട്ടർ ഉണ്ട്. വേറെ ഒരു സാധനവും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല. ഇതിന്റെ പുളിപ്പിനെ ഇതിന്റെ പുളിപ്പ് നിയന്ത്രിക്കുന്നതിനോ പുളിപ്പിക്കുന്നതിനോ ഒന്നും മറ്റൊരു രാസപദാർത്ഥങ്ങളും നമ്മൾ ഇതിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നില്ല. കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഭക്ഷണം എന്നുള്ള നിലയിൽ, ഒരു പ്രഭാത ഭക്ഷണം എന്നുള്ള നിലയിൽ മറ്റൊരു പ്രിസർവേറ്റീവുകളും ചേർക്കാത്ത ഒരു ദോശമാവാണ് നമ്മൾ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നത്. ഇതിന്റെ സൂക്ഷിപ്പ് രീതി എന്ന് പറയുന്നത് നമ്മൾ തണുപ്പ് ഉള്ള അന്തരീക്ഷത്തിൽ, അതായത് +4 ഡിഗ്രിക്കും 8 ഡിഗ്രിക്കും ഇടയിലുള്ള തണുപ്പിലാണ് സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടുകളിലേക്കുള്ള ഒരു തണുപ്പ് മതിയാവും ദോശമാവ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന്. ഇത്തരത്തിൽ നമുക്ക് 7 മുതൽ 15 ദിവസം വരെ ഈ ദോശമാവ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായിട്ട് കഴിയും. കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കൊരു 15 ദിവസം വരെ ഈ ദോശമാവ് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കുന്നതിനായിട്ട് കഴിയും. ഇനി ഇതിന്റെ യന്ത്രങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻപേ ഉണ്ടായിരുന്ന യന്ത്രങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. മുൻപേ ഉണ്ടായിരുന്നത് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ഗ്രൈൻഡറുകളായിരുന്നു. പിന്നീട് അത് ടിൽറ്റിംഗ് ഗ്രൈൻഡറുകൾ വന്നു. എന്നാൽ ഇന്ന് ഏറ്റവും പുതിയ ഗ്രൈൻഡറുകളിൽ അല്പം പോലും മാവ് ചൂടാവാതെ നമുക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള അതിന്റെ തരിയൊക്കെ സെറ്റ് ചെയ്ത് വളരെ വേഗത്തിൽ 1 മണിക്കൂറിൽ തന്നെ 150 ലിറ്ററോളം മാവ് അരച്ചെടുക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആ യന്ത്രങ്ങളിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് അരച്ചെടുത്ത് ഇതിന്റെ വെള്ളവും മാവും തമ്മിൽ വേർതിരിയാതെ അതിനെ കൃത്യമായ രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് സ്റ്റിറർ ഉപയോഗിച്ചിട്ടാണ് അത് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം അതിനെ നമ്മൾ ഇത്തരത്തിലുള്ള ഫില്ലിംഗ് മെഷീനിലൂടെ കൃത്യമായിട്ടുള്ള അളവിൽ അത് പാക്ക് ചെയ്ത് സീലിംഗ് മെഷീനിൽ സീൽ ചെയ്ത് ഫ്രീസറിലേക്ക് സൂക്ഷിക്കുന്നതാണ് അതിന്റെ നിർമ്മാണ രീതി. ഏകദേശം നമ്മൾക്ക് 10 കിലോ അരിയും ഉഴുന്നും കൂടെയുള്ള കോമ്പിനേഷൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 35 kg മാവ് നമുക്ക് ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും. ഒരു കിലോ മാവിന്റെ ഉൽപാദന ചെലവ് എന്ന് പറയുന്നത് പാക്കിങ്ങിന് മുൻപാണെങ്കിൽ 20 രൂപ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പൊ നമ്മൾ പാക്ക് ചെയ്യാതെ തട്ടുകടക്കാർക്കൊക്കെ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മളിത് പാക്ക് ചെയ്ത് അതിന് കവറൊക്കെ കൊടുത്ത് നമ്മളൊരു കടയിൽ എത്തുമ്പോൾ അതിന്റെ റിട്ടേൺ വരുന്നതിനുള്ള സാധ്യതകളും ഒക്കെ പരിഗണിച്ചാൽ ഒരു 24 രൂപയ്ക്ക് നമുക്കൊരു കടയിലേക്ക് 1 ലിറ്റർ മാവ് സപ്ലൈ ചെയ്യുന്നതിനായിട്ട് കഴിയും. അവിടെ നമുക്ക് MRP ഇപ്പം 55, 60, 65 പല രീതിയിലുള്ള MRP ഉണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ലഭിക്കുന്ന MRP എത്രയാണെന്ന് നോക്കിയിട്ടൊക്കെ നമുക്കത് ഫിക്സ് ചെയ്യുന്നതിനായിട്ട് കഴിയും. അപ്പൊ ഇത്തരത്തിലാണ് ദോശമാവിന്റെ നിർമ്മാണം. ഈ മെഷീനറികളല്ല, ഇപ്പൊ തുടക്കത്തിൽ വേണമെങ്കിൽ നമുക്ക് എല്ലാ മെഷീനറികളും വാങ്ങാതെ ഒരു ഗ്രൈൻഡറും അതുപോലെ തന്നെ ഒരു സ്റ്റിററും ഒരു സീലിംഗ് മെഷീനും ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് ഉള്ളൊരു വിലയിലാണ് വരുന്നത്. അത് വെച്ചിട്ട് പോലും നമുക്ക് വീട്ടിൽ ഈ വ്യവസായം ആരംഭിക്കാം. പിന്നീട് ബാക്കി മെഷീനറികളൊക്കെ ആഡ് ചെയ്താലും മതിയാവും. അപ്പൊ ആ തരത്തിൽ പോലും ചെറിയ രീതിയിൽ ആരംഭിക്കാം. ഇതിന്റെ ഒരു ഫുൾ സെറ്റ് മെഷീനറികളൊക്കെ വരുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് വില വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ വ്യവസായം ആരംഭിക്കാവുന്നതാണ്. അപ്പൊ ഏകദേശം ഒരു ദിവസം ഒരു 100-നും 150-നും ഇടയ്ക്ക് ലിറ്റർ മാവ് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു ചെറിയ യൂണിറ്റ് റൺ ചെയ്യുന്നതിനുള്ള വരുമാനം അതിൽ നിന്ന് നമുക്ക് ആർജിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും. ഡെയിലി സപ്ലൈ ചെയ്യുന്ന ഒരു മോഡലാണ് ഇതിൽ അനുവർത്തിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകൾ ഒന്ന് നമുക്ക് പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് KSIFT, മൂന്നാമത് നമുക്ക് FSSAI രജിസ്ട്രേഷൻ. ഈ 3 പാക്കേജിംഗ് ലൈസൻസിനുള്ള അപേക്ഷയും കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വ്യവസായം ആരംഭിക്കാം. ഇതെല്ലാം ഓൺലൈനാണ്. നമ്മളൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്താൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് വ്യവസായം ആരംഭിക്കാം. പഞ്ചായത്ത് ലൈസൻസുകൾക്കായിട്ടൊന്നും ഇപ്പോൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ കേരളത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പോലും ഉള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി, വീട്ടിൽ നിന്നുള്ള വൈദ്യുതി പ്രയോജനപ്പെടുത്തി നമുക്ക് വീട്ടിലും ഈ ദോശമാവിന്റെ നിർമ്മാണം ആരംഭിക്കാവുന്നതാണ്. നമുക്ക് ഇതിന്റെ വീഡിയോ പെട്ടെന്നൊന്ന് കാണാം. നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടിൽറ്റിംഗ് ഗ്രൈൻഡർ എന്ന് പറയുന്ന മെഷീൻ. അതിൽ കൃത്യമായ രീതിയിൽ നമുക്ക് അരച്ചെടുക്കുന്നതിനായിട്ട് കഴിയും. നമ്മളത് മിക്സ് ചെയ്യുന്ന രീതിയാണ്. സ്റ്റിറർ ചെയ്തു, അതിനുശേഷം നമ്മളിതിനെ കൃത്യമായുള്ള അളവുകൾ, കാരണം കവറുകളിലേക്ക് ഫില്ല് ചെയ്തെടുക്കുന്നതാണ് ഇതിനകത്തൊരു ബുദ്ധിമുട്ടേറിയൊരു ജോലി. ആ ജോലിക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഫില്ലിംഗ് മെഷീൻ ഉപയോഗിക്കും. കൃത്യമായ അളവിൽ അത് നമുക്ക് ഫില്ല് ചെയ്ത് ലഭിക്കും.
നമ്മളിതിനെ MRP മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ അടിച്ച് അതിനെ പാക്ക് ചെയ്യും. നമ്മുടെ ബാൻഡ് സീലർ ഉപയോഗിച്ചിട്ടാണ് അത് സീൽ ചെയ്തെടുക്കുന്നത്. ഇത്രയും ആണ് ഇതിന്റെ നിർമ്മാണ പ്രക്രിയയുമായിട്ട് വരുന്ന പ്രവർത്തനങ്ങൾ. ഈ ഇതിനാവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ യന്ത്രങ്ങളെയൊക്കെ നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ വന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ യന്ത്രങ്ങളുടെയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാം. ഈ യന്ത്രങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിലുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചോദിക്കുക കേട്ടോ. അഗ്രോ പാർക്കിന്റെ ഫോൺ നമ്പറും അവിടുത്തെ അഡ്രസ് ഡീറ്റെയിൽസും കൂടെ ഒരു സ്ലൈഡായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഹലോ പറയൂ. ഹലോ സാറേ, കേൾക്കാം. ഞാൻ നിലവിൽ ഇത് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ റിപ്പോർട്ട് കംപ്ലീറ്റ് റെഡി ആയിട്ട് ഞാൻ അഗ്രോ പാർക്കിൽ നിന്ന് കൊട്ടേഷനൊക്കെ മേടിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ചെറിയൊരു കാരണ താമസം ഇങ്ങനെ പറഞ്ഞു നിൽക്കുക. ഇതിന്റെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അഗ്രോ പാർക്കിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടായിരുന്നു നേരത്തെ. കണ്ണൂരാണ്, തളിപ്പറമ്പ. അപ്പൊ ഇത് നമ്മള് ഏകദേശം സാറ് പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഫുള്ളല്ല, ഒരു 2.25 എന്റെ കോസ്റ്റ് വരുന്നുണ്ട് ഇതിന്റെ മെഷീനറി എല്ലാം പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ചെറിയ രീതിയിൽ തന്നെ മാറ്റിയെടുത്ത് ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ ഈ ഇതിൽ തന്നെ മറ്റേ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല തൽക്കാലത്തേക്ക്? ഇപ്പൊ സാറ് പറഞ്ഞു 1 ലാഖിനുള്ളിൽ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായി. ചെയ്യാം. തീർച്ചയായിട്ടും. അത് നമുക്കിപ്പോ തുടക്കത്തിൽ വേണമെങ്കിൽ ഇപ്പൊ ഈ ഫില്ലിംഗ് മെഷീൻ, റൈസ് വാഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ ഒഴിവാക്കാം. നമുക്ക് വേണ്ടത് ഒരു ഇത് അരയ്ക്കുന്ന ഒരു മെഷീൻ, സ്റ്റിർ ചെയ്യുന്ന മെഷീൻ, അത് സീൽ ചെയ്യുന്ന മെഷീൻ, ഒരു ഇഞ്ചക്ട്, അതായത് MRP ഒക്കെ അടിക്കുന്ന മെഷീൻ, പിന്നെ വീട്ടിലെ ഫ്രിഡ്ജ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത്രയും ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആരംഭിച്ചു വെക്കാം. കുഴപ്പമൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ബേസിക് ആയിട്ട് തുടങ്ങാൻ പറ്റും. ചെയ്യാം. പിന്നീട് നമ്മൾ മറ്റുള്ള ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഈ പാക്കിംഗ് ലൈസൻസ് വേണ്ടേ? അപ്പൊ പാക്കിംഗ് ലൈസൻസും പിന്നെ പാക്കിംഗ് മെഷീൻ അപ്പൊ വേണ്ടി വരില്ലേ? അപ്പോ പാക്കിംഗ് മെഷീൻ ഇതിൽ വേണം. എന്തായാലും പാക്കിംഗ് മെഷീൻ തുടക്കത്തിലേ വേണം. പാക്കിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് നമ്മളിത് തുടങ്ങി 3 മാസത്തിനുള്ളിൽ അതിന്റെ അപേക്ഷ കൊടുത്തിരുന്നാൽ മതി. അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പുറകെ വന്നോളൂ. എന്റെ എല്ലാ പ്രോജക്റ്റും റെഡിയായി. പക്ഷെ ബാങ്കിൽ നിന്നുള്ള ചെറിയൊരു ഇഷ്യൂ കാരണം അത് ഡിലേ ആയി കിടക്കുമല്ലോ. അതാണ് പറയാൻ കാരണം. ഞാൻ തുടങ്ങാൻ വേണ്ടി നേരത്തെ, കാരണം ഗൾഫിൽ കണ്ടമാനുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞതുപോലെ ഇവിടെ കണ്ടമാനം വന്നു തുടങ്ങി. കാരണം ഇനി വരാൻ പോകുന്നത് ഇൻസ്റ്റന്റ് യുഗ വരാൻ പോകുന്നത്. അപ്പോ നമുക്ക് പതുക്കെ ഇതിൽ കയറാന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത് ഞാൻ എല്ലാ കൊട്ടേഷൻ അവിടെ 3-4 പ്രാവശ്യം കൊട്ടേഷൻ അവിടെ അഗ്രോ പാർക്കിൽ വന്നു. പക്ഷെ വന്നിട്ടില്ല, എനിക്ക് വരാൻ പറ്റില്ല. വൈഫിന്റെ വീട്ടിൽ കൊടുത്തതാ. അപ്പൊ അത് നേരിട്ട് അവിടെ വന്ന് കാണണമായിരുന്നു ഒന്ന്. അപ്പൊ എനിക്ക് ഡെമോ ചെയ്ത് തരില്ല? അവിടെ ഡെമോൺസ്ട്രേഷന്റെ സമയം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് കാണാലോ. കുഴപ്പമില്ല, വന്ന് ഇവിടെ കാണാം. ഇവിടെ പോന്നാലും കാണാം കേട്ടോ, പ്രശ്നമില്ല. ഡിസംബറിലാണെങ്കിൽ നടന്നു പോയാൽ, ഡിസംബറിൽ ചെറിയൊരു ഇഷ്യൂ എന്തോ അത് അന്ന് ബ്ലോക്കായി, പിന്നെ മാറി, ഇപ്പൊ പോയി ഫെബ്രുവരി ആയി കിടക്കുക. അപ്പൊ ഞാൻ ആകെ ഇതില് എല്ലാം റെഡി ആയിട്ടും പിറകെ മാറി വന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ അത് അവിടെ വന്നു കഴിഞ്ഞാൽ മിഷനറി കാണാൻ, എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന മിഷനറി മാത്രം എടുക്കാനും പറ്റൂ അല്ലെ? എല്ലാ മിഷനറി ഇവിടെ ഉണ്ട്, കാണാം കേട്ടോ, വന്നാൽ മതി. ആയിക്കോട്ടെ സാറേ, താങ്ക് യു. എന്തായാലും വരുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം. അവിടെ ഓഫീസിൽ വിളിച്ചാൽ വരാം. ആയിക്കോട്ടെ, വന്നാൽ മതി. പിന്നെ സാറ് പറഞ്ഞ ഒരു മിനിറ്റ്, പിന്നെ സാറ് പറഞ്ഞതിൽ ഇതിൽ ഉപയോഗിക്കുന്നതിന് ഉലുവ ചേർക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലത്. ഉലുവ നമ്മൾ ചേർക്കാൻ പാടില്ല. നമ്മൾ ഉലുവ, ഇഞ്ചി, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ചോറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അതൊക്കെ കസ്റ്റമർക്ക് അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം. നമ്മൾ പ്ലെയിൻ ആയിട്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും മസാല ദോശയ്ക്കും നെയ്റോസ്റ്റിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലെയിൻ മാവാണ് കൊടുക്കുന്നത്. അത് ശരി. അല്ലാതെ ഈ തമിഴ്നാട്ടിലുള്ളവരാ തോന്നുന്നു ഉലുവ ചേർക്കുന്നതായിട്ട് കാണുന്നത്. ഇവിടെ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. അങ്ങനെ അപ്പൊ അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളുണ്ട്. ചിലർക്ക് ഉപ്പ് പറ്റില്ല. അപ്പൊ നമ്മൾ ഉപ്പ് ഉലുവയൊന്നും ചേർക്കുന്നില്ല. അതായത് കസ്റ്റമർക്ക് അതൊക്കെ ചേർക്കും. ഓക്കെ, ഞാൻ ഏതായാലും നേരിട്ട് വരാം. നേരിട്ട് സാറിനെ കാണാം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇതിനെ കുറിച്ച് കുറേ കൂടി അറിയാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ സാറേ? ഇതില് അരി എത്ര പ്രാവശ്യം കുതിർത്തി വെക്കണം, അങ്ങനെ വല്ലതും ഉണ്ടോ? അരി കുതിർത്തി വെക്കുക, അത് നിർമ്മാണ രീതി നമ്മൾ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ എക്യുപ്മെന്റ്സിന്റെ കൂടെ തന്നെ അത് ഓരോ ഘട്ടത്തിലും ചെയ്യുന്ന രീതികളെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിച്ചോടല്ലേ? അതുപോലെ തന്നെ ഈ പുളിപ്പിക്കണം എന്ന് പറയല്ല, അതും ആദ്യമേ തന്നെ പുളിപ്പിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അതെങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്?
അതാ ഞാൻ പറഞ്ഞത്, അതായത് ഇതൊരു എൻഡ് ടു എൻഡ് പ്രോസസ്സാണ്. അരി കഴുകുന്നത് തൊട്ട് അരച്ച് മാവ് പാക്ക് ചെയ്യുന്നത് വരെയുള്ള എൻഡ് ടു എൻഡ് പ്രോസസ്സ് നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ. പിന്നെ ഈ 1,00,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ 1,00,000 രൂപ അടുത്ത് വരുന്നല്ലോ, അപ്പൊ അതില് ഏതൊക്കെ മെഷീൻസ് ആണ് ഇൻക്ലൂഡ് അതിപ്പം അത് ആയിട്ടുള്ളത്? 1,00,000 രൂപ ഞാൻ അപ്രോക്സിമേറ്റ് പറഞ്ഞതാണ്. അതായത് അരയ്ക്കുന്ന മെഷീൻ ഏകദേശം 63,000 രൂപ വരുന്നുണ്ട്. അതിന്റെ സീൽ ചെയ്യുന്ന മെഷീന് 29,000 രൂപ വരുന്നുണ്ട്. ഒരു സ്റ്റിററിന് 4,000 രൂപ വരുന്നുണ്ട്. 5,000 രൂപ വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഏതൊക്കെയാണ്? അരക്കണ മെഷീനും പിന്നെ അരയ്ക്കുന്ന സീലിംഗും മെഷീന്, അത് സീൽ ചെയ്യുന്ന മെഷീന്, അതിനെ മിക്സ് ചെയ്യുന്ന ഒരു സ്റ്റിറർ. സ്റ്റിറർ. ഓക്കെ. ഇതിനൊക്കെ കൂടി ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1,00,000 രൂപ അടുത്ത് വരൂല്ലേ? അതെ അതെ, വരും. ഓക്കെ, താങ്ക് യു സർ. മറ്റു ക്വസ്റ്റ്യൻസുകളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ ഈ 11 മണിക്കുള്ള പ്രോഗ്രാം ഒന്ന് സമയം ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇനി വീക്ക്ലി വൺസ് ആയിരിക്കും, കാരണം എല്ലാ ദിവസവും പ്രോഗ്രാം ആയപ്പം മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് താളം തെറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 8 മണിക്കായിരിക്കും ഇനി മുതൽ ഈ പ്രോഗ്രാം ഉണ്ടാവുക. എല്ലാ വെള്ളിയാഴ്ചയും 8 മണിക്ക് ഈ പ്രോഗ്രാം തുടരുന്നതായിരിക്കും. അപ്പം ഇന്നുകൊണ്ട് നമ്മൾ ഈ ഡെയിലി ഇങ്ങനെ 11 മണിക്ക് നടത്തുന്ന പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ചയും 8 മണിക്ക് ഈ പ്രോഗ്രാം നമുക്ക് തുടർന്ന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും മറ്റ് ഗ്രൂപ്പുകളിലും ഒക്കെ വരുന്നതാണ്. അതിന്റെ ലിങ്ക് ഒക്കെ ഇത് തന്നെയായിരിക്കും. മറ്റ് കയറുന്നതിനുള്ള പ്രൊസീജിയറും എല്ലാം ഇത് തന്നെയായിരിക്കും. ഡേറ്റും സമയവും ഒന്ന് മാറ്റുന്നതാണ്. അടുത്ത പ്രോഗ്രാം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച 8 മണിക്ക് നമുക്ക് നടത്താം. ഓരോ വെള്ളിയാഴ്ചകളിലും 8 മണിക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സോറി സർക്ക് കേൾക്കാവോ? കേൾക്കാം. സോറി സർ, എന്റെ പേര് ജെനി സർ. ഞാൻ വടകരയിലെന്നാ. ഞാനിപ്പോ ഓൾറെഡി ഒരു ഹോട്ടൽ റൺ ചെയ്യുന്നുണ്ട്. സോ എന്റെ ഹോട്ടൽ വന്ന് തമിഴ്നാട് സ്റ്റൈൽ ഹോട്ടലാ. ഓക്കെ, എന്റെ അടുത്ത് ഗ്രൈൻഡർ ഉണ്ട്. എന്റെ അടുത്ത് 2 ഗ്രൈൻഡർ ഉണ്ട്, ഫ്രീസറും ഉണ്ട്, ഫ്രിഡ്ജും ഉണ്ട്. സോ ഐ വാസ് പ്ലാനിങ് നമ്മൾക്കൊന്ന് ഇഡ്ഡലി ദോശ ബട്ടർ ഒന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പ്ലാനിങ്ങിലുണ്ട്. സോ എന്തൊക്കെ ലൈസൻസ്, പിന്നെ ഈ പാക്കിംഗ് ഈ പാക്കല്ലേ, പാക്കേജിംഗ് ലൈസൻസ് വേണം. പാക്കിംഗ് ലൈസൻസ് എടുക്കുക. ഐ മീൻ അത് ഉള്ളിൽ എന്തൊക്കെ നമ്മൾക്ക് വേണ്ടേ? MRP ഉദ്യം രജിസ്ട്രേഷൻ വേണം. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഉദ്യം രജിസ്ട്രേഷൻ വേണം, ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ വേണം, പാക്കേജിംഗ് ലൈസൻസ് വേണം. ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് വേണം പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മാനുഫാക്ചറിംഗ് ഓർ ഇറ്റ്സ് എ റീറ്റെയിൽ. അത് ഏ ഓപ്ഷനാ ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ മാനുഫാക്ചർ ആണെങ്കിൽ മാനുഫാക്ചറിംഗ് ലൈസൻസ് എടുക്കണം. ഓക്കെ, ഇപ്പൊ ഹോട്ടലിൽ വന്നിട്ട് ഇപ്പൊ റീറ്റെയിലാ. സോ റീറ്റെയിൽ വെച്ചിട്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? അല്ല, അത് ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ നിലവിൽ FSSAI ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. അപ്പൊ അവിടുത്തെ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറെ ഒന്ന് കണ്ടിട്ട് ഇതിൽ ആഡ് ചെയ്താൽ മതിയോ എന്നൊന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അവർ പറയും നിങ്ങൾക്ക് വേറെ ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ. ബിക്കോസ് ഹോട്ടൽ റൺ ചെയ്തുകൊണ്ട് ഉദയം ലൈസൻസ് ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. ആൻഡ് ദെൻ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഓൾറെഡി ഉണ്ട്. എനിക്ക് ഈ പാക്കേജിംഗ് നോളേജ് ഇല്ല, തീരെ ഇല്ല. എവിടെയെന്നാ പ്രിന്റ് ചെയ്യണ്ടേ, ആ പാക്കറ്റിൽ എന്തൊക്കെയാ വേണ്ടേ, അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അക്ഷയ സെന്ററിൽ പോയാൽ മതി. എവിടെ? സോറി, അക്ഷയ സെന്റർ വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ then. Alright then. Thank you. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. താങ്ക് യു. നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. അടുത്തൊരു വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം.